എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മധുരമുള്ള ഐറ്റമാണ്, കേസരി. കേസരി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും റവ വെച്ചിട്ടാണ്. അല്ല, ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ്. എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു കേസരിയാണ് ഉണ്ടാക്കുന്നത്. ഓട്സ്, പഞ്ചസാര, നെയ്യൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ച് വളരെ സിമ്പിളായിട്ട്, വളരെ പെട്ടെന്ന് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടെ. ഇത് ഹെൽത്ത് വൈസും നല്ലതാണ്. ഓട്സ് നല്ലതല്ലേ നമ്മുടെ ആരോഗ്യത്തിന്, ധാരാളം ഫൈബർ ഉണ്ടാകുന്നൊക്കെ നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു കേസരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കിച്ചണിലേക്ക് പോകാം, വരും. ഇത് 1 കപ്പ് റോൾഡ് ഓട്സ്, പഞ്ചസാര 3/4 കപ്പ്. നമ്മുടെ ആ 1 കപ്പ് ഓട്സ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് പൊടിച്ചെടുത്തതെന്ന് വെച്ചാൽ നല്ലപോലെ പൊടിയുണ്ട, തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി, പൾസ് ചെയ്തെടുത്താൽ മതി. ഇന്ന് നമുക്ക് മധുരമുള്ള ഒരു കേസരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, വരൂ. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചു, സ്റ്റൗ ഓണാക്കി കൊടുത്തു. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിവിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതൊരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കാം. ഈ ഓട്സ് ഞാനൊന്ന് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഒരുപാട് പൊടി പോലെ ആവണ്ട, ഒരു തരിതരിപ്പോടുകൂടി. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് റോസ്റ്റായിട്ട് വരണം. ഇപ്പോൾ ഒരുവിധം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. 1 മിനിറ്റോളം ഒക്കെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര, ഇതൊരു 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. ഈ മധുരം ഇതിൽ ഒന്ന് പിടിച്ചോട്ടെ, ഒന്ന് ഉരുക്കി വരട്ടെ. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഇനി നമുക്ക്, ഞാൻ ഇവിടെ ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിതിലേക്ക്, ചൂടുവെള്ളം തന്നെയാണ്, അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് വറ്റി വരണം. ഓട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. തിളച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളുപ്പ്, ശക്കല മതി, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വറ്റാൻ വേണം. ഈ ഓട്സ് പെട്ടെന്ന് കുക്കാകും, എങ്കിലും അതൊന്ന് കുക്കായി കിട്ടുക വേണം.
വെള്ളം കുറേശ്ശെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് വറ്റി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ നല്ല പോലെ വറ്റി കഴിയുമ്പോൾ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വിട്ടു പോരണ ഒരു പരുവാവും. ഏതാണ്ട് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പക്ഷേ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് കളറ്, ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഒരു കാണാനൊരു ഭംഗിക്കും. ഇല്ല, കളർ ചേർക്കാതെ ഇത് വേണമെങ്കിൽ അങ്ങനെയും ആവാം. ഇതേപോലെ തന്നെ. പക്ഷേ ഞാനൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു യെല്ലോ കളറ് ഒരു നുള്ളേ ചേർക്കുന്നുള്ളൂ. അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, യെല്ലോ കളർ ഒരു നുള്ള് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തതാണ്. കേസരിക്ക് പൊതുവേ ഒരു മഞ്ഞ കളറൊക്കെ ആണല്ലോ. ഓറഞ്ച്, റെഡ് ഒക്കെ ഏത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 5 ഏലക്കായ പഞ്ചസാരയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിനകത്ത് ഇത് ഉണക്കമുന്തിരി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കുറച്ച് നട്ട്സ്, പിസ്തയും കാഷ്യൂനട്ട്. അതിടയ്ക്ക് നമുക്ക് പിടിച്ച് കടിക്കുന്നത് നല്ലതാണല്ലോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ കേസരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെയറിലേക്ക് ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രമാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കും. എൻ്റെ ഓട്സ് വെച്ചിട്ടുള്ള കേസരിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് വേണം ഫീഡ്ബാക്ക് അറിയിക്കാൻ. അപ്പോൾ അടുത്ത തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.